അമ്മ അസോസിയേഷനിൽ സ്ത്രീകൾ മുൻനിരയിലേക്ക് വരണമെന്നും ഒരു സ്ത്രീകൾക്ക് ഭരിക്കുന്ന സ്ത്രീകൾ ഭാരവാഹികളായിട്ടുള്ള ഒരു നേതൃനിര വരണമെന്നും ഏറ്റവും കൂടുതൽ അമ്മ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ അൻസിബയും നമ്മുടെ സരയും വോട്ട് ഇലക്ഷനിൽ നിന്നവർ ജയിച്ചെങ്കിലും അവർക്ക് വോട്ട് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സ്ത്രീകളുടെ നമുക്ക് സംവരണ സീറ്റുകളായിരുന്നു. അതിനേക്കാൾ കൂടുതൽ വോട്ട് നമ്മുടെ മറ്റൊരു അംഗത്തിന് കിട്ടിയതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കമ്മിറ്റി തീരുമാനിക്കാമെന്ന് പറഞ്ഞ നിമിഷത്തിൽ ഞങ്ങൾ ജനറൽ ബോഡിയിൽ സ്ത്രീകൾ ശബ്ദമുയർത്തുകയും അത് സാധിക്കില്ല, ഞങ്ങൾ തെരഞ്ഞെടുത്ത വനിതാ അംഗങ്ങളാണ്, ഇവരെ തന്നെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ ഈ ജനറൽ ബോഡിയിൽ തന്നെ ഇവിടെ വെച്ച് തന്നെ ഉൾപ്പെടുത്തണമെന്ന് ശക്തമായി വാദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയും സരിയും ആ കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സാഹചര്യം. ലാലേട്ടൻ രാജിവെക്കുന്നു, പിന്നാലെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കുന്നു. ആ സമയത്ത് ആ കമ്മിറ്റിയിലും അതിനെ തുടർന്നുണ്ടായ അഡോ കമ്മിറ്റിയിലും അൻസിബയും ഉണ്ടായിരുന്നതാണ്. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ചയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രത്യേക സാഹചര്യം തന്നെയായിരുന്നു. അവസാന നിമിഷത്തിലാണ് സ്ത്രീകൾ നയിക്കട്ടെ എന്നൊരു തീരുമാനം ഉണ്ടാകുന്നതും ഈ സ്ത്രീകൾ പല കുറുക്ക് വഴികളിലൂടെയും ജയിക്കാൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴികളും ചെയ്യുമല്ലോ, അതിൽ അവർ വിജയിക്കുകയും അവർ ഭാരവാഹികളാവുകയും ചെയ്തു. അതിൽ പലർക്കും പല സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്.